ഇപ്പോൾ ഞങ്ങളുള്ളത് മൂന്നാറുള്ള ഇരവിക്കുളം നാഷണൽ പാർക്കിൽ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ക്യൂ ഉണ്ടായി. ലാസ്റ്റ് നമ്മൾ കുറേ നട്ടം തിരിഞ്ഞിട്ട് ടിക്കറ്റ് കിട്ടി. എന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ പോകുമ്പോൾ അത് ഇങ്ങനത്തെയുള്ള സംഭവങ്ങളുണ്ടായി. അവിടെ എന്ത് ഫോട്ടോ എല്ലാം എടുത്ത്. പിന്നെ പൂക്കളം ഉണ്ടായി. ഓണമല്ലേ, ഓണത്തിൻ്റെ സമയത്തായിരുന്നു പൂക്കളിലോട്ട് നല്ല പാടായി. അതിൻ്റെ ഇടയിൽ നമുക്ക് 2-3 മദാമകളെല്ലാം കണ്ട് ഓറൊക്കെ നിന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ബസ്സിൽ പോകണവേ. ബസ്സിൽ പിന്നെ ഞങ്ങൾ മംഗലത്തിൻ്റെ പേർക്ക് പോകുന്ന പോലെ, മംഗലത്തിൻ്റെ ബസ്സിൽ പോകുന്ന പോലെ പാട്ടെല്ലാം പാടിച്ചിട്ട് അടിച്ച് പൊളിച്ച് പോകുന്നു. അതിൻ്റെ ഇടയിൽ നല്ല മനോഹരമായ കാഴ്ചകൾ, മലകളും വാട്ടർഫോളും എന്തോ ഒരു പാങ്ങിനായി മഞ്ഞും മലയുമെല്ലാം ആയിട്ട് നല്ല പാണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നടക്കണം, കുറേ നടക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് കുറച്ച് ഫുഡെല്ലാം എന്തെങ്കിലും വൈറ്റമിൻ കേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മേങ്ങിയിട്ട് ഈ ഒരു ഷോപ്പിലും കൂടി കയറിയിട്ടുണ്ടായി. അങ്ങനെ ഇത് ഇടും കുറച്ച് ക്യൂ നിന്നിട്ട് പിന്നെ നമ്മൾ ആട് അങ്ങനത്തെ എന്തെല്ലോ സംഭവങ്ങൾ എടുത്ത് നമുക്ക് അങ്ങോട്ട് നടന്നെങ്കിൽ എന്തെല്ലാം മൃഗങ്ങളെ കാണാൻ കഴിയും. പിന്നെ കുറേ നടക്കണവേ കയറ്റം. അങ്ങനെ ഈ സായിപ്പന്മാർ വെച്ചിട്ട് ഒരു പറയുന്നത് നല്ല മതമകളെല്ലാം ആയിട്ട് നമ്മൾ കുറേ ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാൻ ബസ് കയറാൻ എന്നെ എടുത്തിട്ടല്ല അതിനെ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങനെ പൊമ്പെല്ലാം വിളിച്ചിട്ട് പോന്നു. അങ്ങനെ ഉറക്കുന്നത് കുറേ ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ പിന്നെ പോകുന്നവ കുറച്ച് നടത്തിയിട്ട് അമ്മനെ വിടി. നമ്മൾ ഇനി മുന്നേ മൂന്നാർ വന്നിട്ട് അമ്മ ഇവിടെയെല്ലാം പോയത്, അതിനോട്ട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ എനിമൽസിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറിയും സംഭവങ്ങളെല്ലാം ഉണ്ടായ ഒരു ഇതുണ്ടായി, ലൈബ്രറി പോലെ. അങ്ങനെ ആടിൽ കയറി പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ മദാമകൾ ഇടും വന്ന്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കുമ്പോൾ നമ്മളെ സായിപ്പന്മാർ ഇടുക്കുത്തി. അങ്ങനെ ഓറൊക്കെ നിന്ന് കുറച്ച് ബിസിയാക്കി, ബിസിയാക്കിപ്പോൾ അങ്ങനെ ബിസിയെല്ലാം ആക്കിയിട്ട് നമ്മൾ നേരെ വെച്ചെങ്കിൽ ഫുഡ് കോർട്ടിൽ പിന്നും പോകുന്നവ. കുറച്ച് സമയം നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നത്, നല്ല ക്യൂ ഉണ്ട്. അങ്ങനെ നമുക്ക് സ്വീറ്റ് കോൺ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസെല്ലാം മെയിൻ കുടിച്ചിട്ട് പിന്നെ അതെല്ലാം തിന്നിട്ട് നമ്മൾ ഇത്രയും ക്യൂ ഉണ്ട്. നമ്മളിങ്ങനെ ബസ് വന്നിട്ടാണ് ഫസ്റ്റ് ട്രിപ്പിൽ കുറച്ചാൾ പോയി. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ പോയത്. അങ്ങനെ നമ്മളെ ബസ് വന്നു പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടിട്ട് ഒരു പാങ്ങന്നെ. അങ്ങനെ നമ്മൾ എക്സിറ്റ് ആകില്ലേ, നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഷോപ്പെല്ലാം ഉണ്ടായി. പിന്നെ നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. നേരെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ നാടൻ ഫുഡ് വെച്ചിട്ടുണ്ടായി, ചോറ് വെച്ച്. അങ്ങനെ അത്രയേ ഉള്ളൂ.